ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീരീസിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഒരു ഫോക്ക് ഡാൻസ് ആണ്, ഗർഭ ഡാൻസ്. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഫോക്ക് ഡാൻസ് ഫോം തന്നെയാണ്. എന്നിരുന്നാലും ഇത്തവണത്തെ എക്സാമിൽ നമ്മളതൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഈ ന്യൂസിലേക്കൊന്ന് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ വൈബ്രന്റ് ആൻഡ് കൾച്ചറലി റിച്ച് ഡാൻസ് ഫോം ഗർഭ ഓഫ് ഗുജറാത്ത് ഹാസ് എയിൻഡ് എ പ്രസ്റ്റീജിയസ് പ്ലേസ് ഇൻ ദ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ബൈ യുനെസ്കോ. അപ്പോൾ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ബൈ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള, പർട്ടിക്കുലർലി ഗുജറാത്തിൽ നിന്നുള്ള ഗർഭ എന്ന് പറയുന്ന ആ ഫോക്ക് ഡാൻസും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ഇത്തവണത്തെ എക്സാമിൽ ഗർഭ ഡാൻസ് ഇമ്പോർട്ടൻ്റ് ആകുന്നു. അപ്പോൾ നമുക്ക് ഈ ഗർഭ ഡാൻസിനെ കുറിച്ച് നോക്കാം. ഗർഭ ഈസ് എ ഫോം ഓഫ് ഗുജറാത്തി ഫോക്ക് ഡാൻസ് ദാറ്റ് ഈസ് പെർഫോംഡ് ഡ്യൂറിംഗ് ദ 9-day ഹിന്ദു ഫെസ്റ്റിവൽ ഓഫ് നവരാത്രി. അപ്പം നവരാത്രി ദിനത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു ട്രഡീഷണൽ, ഒരു ഫോക്ക് ഡാൻസ് ആണ് ഗർഭ എന്ന് മനസ്സിലാക്കുക. ഗുജറാത്താണ് ഇതിന്റെ ഒറിജിൻ. വിച്ച് സെലിബ്രേറ്റ്സ് ദ വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവിൽ. തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയത്തിനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷമാണ് നവരാത്രി. അപ്പം നവരാത്രിയോടനുബന്ധിച്ച് അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഫോക്ക് ഡാൻസ് ആണ് ഗർഭ എന്ന് മനസ്സിലാക്കുക. ദ നെയിം ഗർഭ കംസ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് ഫോർ വൂംബ് ഇംപ്ലൈയിങ് ലൈഫ് ആൻഡ് ക്രിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റേഷൻ എന്ന് പറയും. അതായത് സംസ്കൃതത്തിൽ ഗർഭ, ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ഗർഭം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഒരു സ്ത്രീ ഗർഭിണിയാണ്, ഗർഭാവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പൊ അതേ അർത്ഥം തന്നെയാണ് സാൻസ്ക്രിറ്റിലും ഗർഭ എന്നുള്ള മീനിങ്. വോംബ് അല്ലെങ്കിൽ ഇംപ്ലൈയിങ് ലൈഫ് ആൻഡ് ക്രിയേഷനെ തന്നെയാണ് അത് സൂചിപ്പിക്കുക. ആൻഡ് ദിസ് ഗർഭ ഡാൻസസ് സെലിബ്രേറ്റ് ഫെർട്ടിലിറ്റി, ഹോണർ വുമൺഹുഡ് ആൻഡ് പേ റെസ്പെക്ട് ടു എനി ഓഫ് ആൻ അരേ ഓഫ് മദർ ഗോഡസ്. അപ്പൊ അമ്മ ദൈവങ്ങളെ, മദർഹുഡിനെ അല്ലെ വുമൺഹുഡിനെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാൻസ് കൂടിയാണ് ഗർഭ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഗർഭ ഡാൻസുമായി ബന്ധപ്പെട്ട അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ദ ഡാൻസ് ഈസ് പെർഫോംഡ് എറൗണ്ട് എ സെൻട്രലി ലിറ്റ് ലാമ്പ് ഓർ പിക്ചർ ഓർ സ്റ്റാച്യു ഓഫ് ദ ഗോഡസ് ശക്തി ഓർ ദുർഗ, ഹു റെപ്രസെന്റ്സ് ദ ഫെമിനിൻ എനർജി ഓഫ് ദ യൂണിവേഴ്സ്. അപ്പൊ ഈ ഡാൻസ് കളിക്കുന്ന ഒന്നില്ലെങ്കിൽ ഒരു കത്തിച്ച് വെച്ച വിളക്ക്, അതിന് ശരിക്കും ഗർഭദീപം എന്നാണ് പറയുക. ഒരു ക്ലേ ലാൻഡേണാണ്. ഗർഭദീപം സെൻട്രലിൽ വെച്ചിട്ടാണ് ഡാൻസ് കളിക്കുക. അല്ലെങ്കിൽ ഈ ശക്തി അല്ലെങ്കിൽ ദുർഗയുടെ ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യുവോ നടുക്ക് വെച്ചിട്ട് അതിന്റെ ചുറ്റിലുമായിട്ടാണ് ട്രഡീഷണലി ഗർഭ ഡാൻസ് പെർഫോം ചെയ്യുക. ഗർഭ ഈസ് അക്കമ്പനീഡ് ബൈ റിതമിക് മ്യൂസിക്, സിംഗിങ് ആൻഡ് ക്ലാപ്പിംഗ്. അപ്പൊ ഗർഭ ഡാൻസിന്റെ ഒപ്പം തന്നെ റിതമിക് മ്യൂസിക്കും സിംഗിങ്ങും ക്ലാപ്പിങ്ങും ഒക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദിസ് ഡാൻസ് ക്യാൻ ബി പെർഫോംഡ് ബൈ എനിവൺ റിഗാർഡ്ലെസ് ഓഫ് ഏജ്, ജെൻഡർ ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പൊ ഇതൊരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള, സോഷ്യൽ ന്യൂട്രൽ ആയിട്ടുള്ള, ഏജ് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണെന്ന് മനസ്സിലാക്കുക. ആർക്ക് വേണമെങ്കിലും ഈ ഡാൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് എന്ന കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. ഇത് പറയാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള മോഡേൺ ഗർഭ എന്ന് പറയുന്നത്, മോഡേൺ ഗർഭ ഡാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദണ്ഡിയ റാസ്, എ ഡാൻസ് ട്രഡീഷണലി പെർഫോംഡ് ബൈ മെൻ. ആണുങ്ങൾ പെർഫോം ചെയ്യുന്ന ദണ്ഡിയ എന്ന് പറയുന്ന ഒരു ഡാൻസുമായിട്ട് എന്താ പറയുക, അത് നമ്മൾ മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ ഗർഭ ഡാൻസ് എന്ന് പറയുന്നത് ട്രഡീഷണലി പെർഫോം ചെയ്യുന്ന ഗർഭ ഡാൻസ് അല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ദണ്ഡിയ റാസ് എന്ന് പറയുന്ന ആണുങ്ങൾ പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസിന്റെ ഇൻഫ്ലുവൻസ് ഇന്നത്തെ മോഡേൺ ഗർഭ ഡാൻസിലുണ്ട്. ദ മെർജർ ഓഫ് ദീസ് ടു ഡാൻസസ് ഹാസ് ഫോംഡ് ദ ഹൈ എനർജി ഡാൻസ് ദാറ്റ് ഈസ് സീൻ ടുഡേ. ഇന്ന് കാണുന്ന ഹൈ എനർജിയിൽ പെർഫോം ചെയ്യുന്ന മോഡേൺ ഗർഭ ഡാൻസ് എന്ന് പറയുന്നത്
പ്യുവർ ഗർഭ ഡാൻസ് അല്ല, അല്ലെങ്കിൽ ട്രഡീഷണലി പെർഫോം ചെയ്യുന്ന ഗർഭ ഡാൻസ് അല്ല എന്ന് മനസ്സിലാക്കുക. ഗർഭ ഡാൻസും ദണ്ഡിയ രാസ് എന്ന് പറയുന്ന, ആണുങ്ങൾ മാത്രം പെർഫോം ചെയ്യുന്ന ദണ്ഡിയ രാസ് എന്ന് പറയുന്ന മറ്റൊരു ഡാൻസ് ഫോമും കൂടി ചേർന്നപ്പോഴാണ് ഇന്നത്തെ ഹൈ എനർജിക് മോഡേൺ ഗർഭ ഡാൻസ് ആയിട്ട് മാറ്റപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉള്ളത് ഞാനൊന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. നമുക്ക് ട്രഡീഷണൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഗർഭ ഡാൻസ്, ഗുജറാത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന ഗർഭ ഡാൻസും അതിന്റെ പ്രത്യേകതയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിനാണ് യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. കീപ് ഗോയിങ്. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട് കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.